നമസ്കാരം. ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ ഒരു ഉദ്യോഗസ്ഥനും അനുഭവിക്കാത്ത അത്രയും വലിയ ക്രൂരതകൾ. 9 വർഷത്തോളം ഇരുമ്പഴിക്കുള്ളിൽ സ്വന്തം രാജ്യം തന്നെ ഒരു ഭീകരവാദി എന്ന് വിളിക്കുന്നത് നെഞ്ചുപൊട്ടി കേട്ടു നിൽക്കേണ്ടി വന്ന ഒരാൾ. മിലിറ്ററി ഇന്റലിജൻസിലെ മിടുക്കനായ ഓഫീസറെ രാഷ്ട്രീയ ചതുരംഗപാളയത്തിലെ കരുവാക്കി മാറ്റിയപ്പോൾ തകർന്നത് ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ അഭിമാനം കൂടിയായിരുന്നു. പക്ഷേ കാലം കരുതിവെച്ച നീതിക്ക് ആർക്കും തടയാനാകാത്ത വേഗതയുണ്ട്. ഇന്ന് അദ്ദേഹം കേണൽ പുരോഹിത് മാത്രമല്ല, ഇന്ത്യൻ സൈന്യത്തിന്റെ ആദരവോടെയുള്ള നെറ്റിപ്പട്ടം ചൂടി ബ്രിഗേഡിയർ ശ്രീകാന്ത് പ്രസാദ് പുരോഹിത് ആണ്. അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിച്ചവർക്ക് കാലം നൽകിയ മറുപടിയാണിത്. എന്താണ് പുരോഹിത് കേസിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം? ആരാണ് കാവ്യ ഭീകരത എന്ന തിരക്കഥ എഴുതിയത്? നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ശത്രു രാജ്യങ്ങൾ നടത്തുന്ന ഗൂഢാലോചനകൾ മണത്തറിയുന്ന മിലിറ്ററി ഇന്റലിജൻസിലെ മിടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്നു പുരോഹിത്. രാജ്യത്തിന് ഭീഷണിയായ ഭീകരവാദികളെയും അവർക്ക് പിന്നിലെ അന്താരാഷ്ട്ര ശൃംഖലകളെയും തകർക്കാൻ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ ചരിത്രമാണ്. എന്നാൽ 2008 രാജ്യം നടുങ്ങിയ മാലേഗാവ് സ്ഫോടനത്തോടെ അദ്ദേഹത്തിന്റെ ജീവിതം മാറിമറിഞ്ഞു. യാതൊരു തെളിവുകളുമില്ലാതെ കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി അദ്ദേഹത്തെ സ്ഫോടന കേസിലെ മുഖ്യപ്രതിയാക്കി ചിത്രീകരിച്ചു. ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കാൾ ഭീകരമാണ് രാജ്യദ്രോഹി എന്ന മുദ്ര. പുരോഹിതിന് മേൽ ആ മുദ്ര ചാർത്തി കൊടുക്കാൻ അന്നത്തെ ഭരണകൂടം തിടുക്കം കാട്ടി. അന്നത്തെ UPA സർക്കാർ രൂപപ്പെടുത്തിയ ഒരു അപകടകരമായ പദമായിരുന്നു കാവ്യ ഭീകരത. ഹൈന്ദവ സംഘടനകളെയും വ്യക്തികളെയും അന്താരാഷ്ട്ര തലത്തിൽ ഭീകരവാദവുമായി ബന്ധിപ്പിക്കാൻ ഒരു വ്യക്തമായ അജണ്ട അന്ന് നടപ്പിലാക്കപ്പെട്ടു. കേണൽ പുരോഹിത് ആ തിരക്കഥയിലെ പ്രധാന ഇരയായിരുന്നു. ജയിലിൽ വെച്ച് അദ്ദേഹം അനുഭവിച്ചത് മൃഗീയമായ പീഡനങ്ങളാണ്. 3rd ഡിഗ്രി ടോർച്ചറിനേക്കാൾ കഠിനമായ മാനസിക പീഡനങ്ങൾ അദ്ദേഹം നേരിട്ടു. ഇത് കേവലം പുരോഹിതിനെ തകർക്കലായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ സൈന്യത്തെ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനും അപമാനിക്കാനുമുള്ള നീക്കമായിരുന്നു. കേസിലെ പ്രധാന സാക്ഷികളെ നിർബന്ധിച്ച് മൊഴി മാറ്റിച്ചുവെന്നും തെളിവുകൾ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ തന്നെ പ്ലാൻ ചെയ്തതാണെന്നും പിന്നീട് കോടതിയിൽ ഓരോന്നോരോന്നായി തെളിഞ്ഞു. ഭീകരവാദത്തിന് ഒരു പ്രത്യേക മതം കൂടിയുണ്ടെന്ന് വരുത്തി തീർത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉറപ്പിക്കാനാണ് അന്ന് അധികാരികൾ ശ്രമിച്ചത്. പുരോഹിത് മാത്രമല്ല ഈ നീചമായ രാഷ്ട്രീയത്തിന് ഇരയായത്. സമാനമായ രീതിയിൽ വേട്ടയാടപ്പെട്ട മറ്റു ചില പേരുകൾ കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം. അതിൽ ആദ്യത്തേത് സ്വാതി പ്രജ്ഞ സിംഗ് താക്കൂർ. മാലേഗാവ് കേസിൽ തന്നെ ഉൾപ്പെടുത്തി വർഷങ്ങളോളം വിചാരണയില്ലാതെ ജയിലിലടയ്ക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. ക്യാൻസർ ബാധിതയായിട്ടും അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു. ഒടുവിൽ കോടതി അവരെ കുറ്റവിമുക്തയാക്കി. അടുത്തത് അസീമാനന്ദ. സംസോദ എക്സ്പ്രസ് സ്ഫോടന കേസിൽ അദ്ദേഹത്തെ കുടുക്കാൻ വലിയ ഗൂഢാലോചന നടന്നു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. അടുത്തത് പുരോഹിതിനെ പോലെ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ മറ്റൊരു ഇരയായിരുന്നു പത്മഭൂഷൺ നമ്പി നാരായണൻ. വിദേശ രാജ്യങ്ങൾക്ക് പോലും അസൂയ തോന്നുന്ന തരത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ മഹാനായ ശാസ്ത്രജ്ഞൻ. കേവലം 2 മാലിദ്വീപ് സ്വദേശിനികളുമായി ബന്ധപ്പെടുത്തി ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തി എന്ന കള്ളക്കഥ കോൺഗ്രസ് ഭരണകാലത്ത് ഇവിടെ പടച്ചുവിട്ടു. ഒരു ശാസ്ത്രജ്ഞനെ വെറും ഒരു ക്രിമിനലിനെ പോലെ റോഡിലൂടെ നടത്തിച്ചു. ലോക്കപ്പിനുള്ളിൽ ക്രൂരമായി മർദ്ദിച്ചു. അദ്ദേഹത്തെ തകർക്കുക വഴി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങളെ 20 വർഷം പിന്നോട്ടടിപ്പിക്കാനാണ് അന്ന് ചിലർ ശ്രമിച്ചത്. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതി വിധി വന്നു. നമ്പി നാരായണൻ നിരപരാധിയാണ്. അദ്ദേഹത്തെ ചതിച്ചവർക്ക് ശിക്ഷ ലഭിക്കണമെന്നും കോടതി വിധിച്ചു. കേണൽ പുരോഹിതിനെ ഭീകരനാക്കിയ അതേ രാഷ്ട്രീയ ബുദ്ധി തന്നെയാണ് നമ്പി നാരായണനെ ചാരനാക്കി തകർക്കാൻ ശ്രമിച്ചതും. ഇവരെല്ലാം തകർക്കാൻ ശ്രമിച്ചത് ഒരേ തരം രാഷ്ട്രീയ ചിന്താഗതിക്കാരായിരുന്നു എന്നത് ഇന്ന് ചരിത്രപരമായ സത്യമാണ്. സത്യത്തെ അധികകാലം മൂടിവെക്കാൻ കഴിയില്ല. 2017 സുപ്രീം കോടതി പുരോഹിതിന് ജാമ്യം അനുവദിച്ചു. തുടർന്ന് നടന്ന വിചാരണകളിൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഓരോന്നായി ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീണു. അദ്ദേഹം തന്റെ ജോലിയിൽ തിരികെ പ്രവേശിച്ചു. ഇപ്പോൾ സൈന്യം അദ്ദേഹത്തിന് അർഹമായ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുകയാണ്. കേണലിൽ നിന്ന് ബ്രിഗേഡിയറിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച വെറും ഒരു സ്ഥാനക്കയറ്റമല്ല, മറിച്ച് തന്നെ രാജ്യദ്രോഹിയാക്കാൻ ശ്രമിച്ചവർക്കുള്ള ഇന്ത്യൻ ജനാധിപത്യം നൽകുന്ന ഏറ്റവും ശക്തമായ പ്രഹരമാണ്. മിലിറ്ററി ഇന്റലിജൻസിൽ ഇരുന്നുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികളെ തകർത്ത ഒരു പോരാളിയെ തളർത്താൻ ഒരു കള്ളക്കേസിനും കഴിയില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. ശ്രീകാന്ത് പ്രസാദ് പുരോഹിതിന്റെ ജീവിതം നമ്മോട് പറയുന്നത് ഒന്നു മാത്രം: രാഷ്ട്രീയം പലപ്പോഴും ക്രൂരമാവാം. അധികാരത്തിനായി അവർ ആരെയും ബലി കൊടുക്കാം.
പക്ഷേ രാജ്യത്തോടുള്ള കൂറും സത്യത്തിനു വേണ്ടി പോരാടാൻ ഉറച്ച മനസ്സുമുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. ഇന്ന് ബ്രിഗേഡിയർ പുരോഹിത് തലയുയർത്തി നിൽക്കുമ്പോൾ തോൽക്കുന്നത് അന്ന് അദ്ദേഹത്തെ വേട്ടയാടിയ അധികാരവർഗമാണ്. അവർ പടച്ചുവിട്ട കാവ്യ ഭീകരത എന്ന നുണക്കഥ ഇന്ന് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ്. ഈ പോരാട്ടം വരും തലമുറയ്ക്കുള്ള ഊർജമാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായ ഒരു പട്ടാളക്കാരനെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കുരുതി കൊടുക്കാൻ ശ്രമിക്കുന്നവർ ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇത് പുതിയ ഇന്ത്യയാണ്. ഇവിടെ നീതി വൈകിയേക്കാം, പക്ഷേ ഒരിക്കലും നിഷേധിക്കപ്പെടുകയില്ല. പഴയ ഭരണകൂടം അദ്ദേഹത്തെ ഹിന്ദു ഭീകരൻ എന്ന് വിളിച്ച് ലോകത്തിനു മുന്നിൽ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ മോദി സർക്കാർ അദ്ദേഹത്തിന് നൽകിയത് സൈന്യത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലൊന്നായ ബ്രിഗേഡിയർ പദവിയാണ്. ചതിയുടെ പത്മവ്യൂഹത്തിൽ നിന്നും ഒരു സൈനികനെ മോചിപ്പിച്ച് അദ്ദേഹത്തിന്റെ തോളിൽ വീണ്ടും നക്ഷത്രങ്ങൾ ചാർത്തിക്കൊടുക്കുമ്പോൾ അവിടെ തോൽക്കുന്നത് രാജ്യവിരുദ്ധ ശക്തികളാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ നൽകുന്നത്. വേട്ടയാടപ്പെട്ടവർക്ക് നീതിയും വേട്ടയാടിയവർക്ക് ചരിത്രത്തിന്റെ തിരിച്ചടിയും. ഇതാണ് പുതിയ ഭാരതം. സത്യം ജയിക്കും എന്ന് ഉറപ്പുള്ള സൈനികരുടെ അന്തസ് കാത്തുസൂക്ഷിക്കുന്ന ശക്തമായ ഭാരതം. ബ്രിഗേഡിയർ ശ്രീകാന്ത് പ്രസാദ് പുരോഹിതിന് ബിഗ് സല്യൂട്ട്.